ഇത് പുതിയൊരു ഡിഷല്ല, പക്ഷെ ഓരോ വീട്ടിലും നാടൻ ചിക്കൻ കറിക്ക് വ്യത്യസ്തമായ രുചിയായിരിക്കും. കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം അല്പം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 10-15 ചുവന്നുള്ളിയോടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 വറ്റൽമുളക്, അല്പം കറിവേപ്പിലയോടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു 3 സവാള അരിഞ്ഞതോടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വേവാൻ ആവശ്യമായ ഉപ്പൂടെ ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് കളർ ചേഞ്ച് ആയതിനു ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 4 തക്കാളിയാണ് എടുത്തേക്കുന്നത്. 2 കിലോ ചിക്കൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഈ എടുത്തേക്കുന്നത്. സവാളയും തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്തതായതുകൊണ്ടാണ് ഇത്രയും ഇട്ടത്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ട് മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അല്പം കായപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വാഷ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം മസാലയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലാസ്റ്റ് ഒരല്പം കറിവേപ്പിലയോടെ ഇട്ട് കുക്കറിൻ്റെ ലിഡ് അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ, ലോ ഫ്ലെയിമിൽ അടുത്ത വിസിൽ വരുന്നതിന് മുന്നേ ഓഫ് ചെയ്യാം. പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അല്പം കൂടെ വെള്ളം ഒന്ന് പറ്റാനായിട്ട് തുറന്ന് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അല്പം മല്ലിയിലയും കൂടി ഇട്ടൊന്ന് അടച്ചു വെക്കാം. തേങ്ങാക്കൊത്ത് വറുത്തോടെ ഇടാമെങ്കിൽ നല്ല രുചിയാണ്. എൻ്റെ മോൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്?